എക്സലിലെ 3D ഫോർമുലയെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡിഫറെൻറ്റ് ഷീറ്റ്സിൽ നമ്മൾ നമ്മുടെ ഡാറ്റയൊക്കെ കൊണ്ടുവച്ചിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാറുണ്ട് അല്ലേ. ഒരു 10-20 ഷീറ്റ്സൊക്കെ ഒന്നോ രണ്ടോ ഷീറ്റാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഒരു 10-20 ഷീറ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ ടഫായിരിക്കും. അതായത് നിങ്ങൾക്ക് ടോട്ടൽ സെയിൽസ് കാണണമെങ്കിൽ, എക്സ്പെൻസ് കാണണമെങ്കിൽ, അതും അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിലെ മാർക്ക് ലിസ്റ്റുകളാണെങ്കിൽ പോലും നമുക്ക് കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ 3D ഫോർമുല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഇത് ആക്ച്വലി റെഫർ ചെയ്യുന്നത് സെയിം സെൽസിനെ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് സെൽസിനെ, മൾട്ടിപ്പിൾ ഷീറ്റ്സിലുള്ള സെയിം സെല്ലിനെയോ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സെൽസിനെയോ ആണ് നമുക്ക് ഈ 3D ഫോർമുല യൂസ് ചെയ്തിട്ട് റെഫർ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഈ ഒരു നമ്മുടെ ഡാറ്റ ഉണ്ടല്ലോ, അതായത് ഡിഫറെൻറ്റ് ഷീറ്റ്സിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് സെയിം പാറ്റേണിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അത് യൂഷ്വലി നമ്മൾ സെയിം കാൽക്കുലേഷൻ, അതായത് ഒന്നിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഷീറ്റൊക്കെ നമ്മൾ ഒരേ പാറ്റേണിൽ തന്നെയായിരിക്കും ഇടുക. അപ്പോൾ അതിനെ പറ്റിയിട്ട് വലിയ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും അത് ഒരേ പാറ്റേണിലായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ വെച്ചിട്ടുള്ള സെയിൽ പേഴ്സൺസും സെയിൽസും ആണ് അല്ലേ, കറസ്പോണ്ടിങ് ഓരോരോ സെയിൽസ് പേഴ്സൺസിൻ്റെയും അവർ നടത്തിയ സെയിൽസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ എല്ലാ പേജിലും അങ്ങനെയുള്ള ഡാറ്റ തന്നെയാണ് വെക്കുക അല്ലേ, ഒരേ പാറ്റേണിലുള്ള ഡാറ്റ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ എനിക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ പേജ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഈ ഒരാളുടെ, അതായത് ഡാനിയലിൻ്റെ മാത്രം സെയിൽസ് ഇവിടെ വരണം. അങ്ങനെ ഓരോരുത്തരുടെ സെയിൽസും വരണം. അതിന് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഈ ടോട്ടലിൽ പോയിട്ട് ഒരു ഈക്വൽ സൈൻ ഇടും. അതിനുശേഷം നമ്മുടെ ജനുവരിയിൽ വരും അല്ലേ, ജനുവരി വർക്ക്ഷീറ്റിൽ വന്നിട്ട് ഏത് സെല്ലിൻ്റെ സമ്മാണോ വേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യും. ദെൻ നമ്മൾ ഈ പ്ലസ് സൈൻ ഇടും. എഗെയിൻ ഫെബ്രുവരി എടുക്കും. ദെൻ ആ സെല്ല് സെലക്ട് ചെയ്യും. എഗെയിൻ നമുക്ക് പ്ലസ് സൈൻ ഇട്ട് കൊടുക്കണം. ദെൻ വീണ്ടും മാർച്ചിൽ വന്ന് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് പ്ലസ് സിമ്പിൾ ഇടുക. ഏപ്രിൽ വന്ന് സെയിം സെല്ല് സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടോ, നമുക്ക് ഡാനിയലിൻ്റെ ഈ ഒരു സെയിൽ, അദ്ദേഹം നടത്തിയ സെയിൽസ് നമുക്കിവിടെ വന്നു കഴിഞ്ഞു അല്ലേ. പക്ഷേ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 10-20 ഷീറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ളൊരു ട്രിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ തൽക്കാലം ഈ ഒരു ഫോർമുല മാറ്റുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഈ 3D ഫോർമുല യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ടോട്ടലിൻ്റെ ഇവിടെ വന്നിട്ട് ഈക്വൽ ടു ഇടുകയാണ്. ഈക്വൽ ടു എന്നിട്ട് സം എന്നടിച്ചു കൊടുക്കുകയാണ്. പാരന്തസിസ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജനുവരി കൊണ്ടുപോയി വെച്ചിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എവിടെ വരെയുള്ള സെയിലാണോ എനിക്ക് വേണ്ടത്, അതായത് ഏപ്രിൽ വരെയാണ് വേണ്ടത്, ആ ഏപ്രിൽ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് കംപ്ലീറ്റ് സെലക്ട് ആയിട്ടുണ്ടാവും. ഇനി എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാനിയലിൻ്റെ സെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. മനസ്സിലായോ? ഇനി ഇതൊന്ന്, അതായത് നമ്മുടെ ഫ്ലാഷ് ഫില്ല് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് താഴേക്കും വരുന്നതായിരിക്കും. കറസ്പോണ്ടിങ് സെയിൽസ് വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 3D ഫോർമുല വർക്ക് ആവുന്നത്. അപ്പോൾ ജനുവരി തൊട്ട് ഏപ്രിൽ വരെ നടത്തിയ ഓരോ പേഴ്സൺസിൻ്റെയും ഇൻഡിവിജ്വൽ സെയിൽസ് എന്ന് പറയാം അല്ലേ, അത് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 3D ഫോർമുല വർക്ക് ചെയ്യുന്നത്. ഈസി അല്ലേ? ഇനി നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ഫോർമുലയ്ക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ ഏതാണ്, പ്ലസ് സൈൻ ഇട്ടിട്ട് നമ്മൾ ഓരോ ഷീറ്റ് വെച്ചിട്ട് ആഡ് ചെയ്തില്ലേ, അതിലിപ്പോൾ എനിക്കൊരു എക്സ്ട്രാ മന്തും കൂടി ചേർക്കണം എന്ന് വിചാരിക്കുക. സപ്പോസ് എനിക്കിവിടെ മെയ്യിലെ ഒരു കാൽക്കുലേഷനും കൂടി ഈ ടോട്ടലിൽ വരണം എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ആ ഫസ്റ്റ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് വർക്ക് ആവില്ല. പക്ഷേ 3D ഫോർമുലയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു മന്ത് കൂടി ഇതിൻ്റെ ഇടയ്ക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്ന പേജിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളും. മനസ്സിലായോ? അതായത് ഞാൻ കാണിച്ചു തരാം. മെയ് എന്ന് പറയുന്ന ഈ മന്തിന് എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യണം, എന്നിട്ട് ടോട്ടലിലേക്ക് അത് വരണം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ മെയിനെ കൊണ്ടുപോയി ഇപ്പുറം വയ്ക്കുകയാണ്. എൻ്റെ ടോട്ടൽ ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കുകയാണ്, 15,933 ആയി. അതായത് ഇത് ഓട്ടോമാറ്റിക്കലി ആ 12,000 സംതിങ് ഉള്ളത് 15,000ലേക്ക് മാറി അല്ലേ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഷീറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതും ഇതിലൊരു വലിയ പ്രോബ്ലമേ അല്ല. ഓക്കെ, അപ്പോൾ 3D ഫോർമുല യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് മനസ്സിലായല്ലോ. നേരത്തെ നമ്മൾ 3D ഫോർമുലയുടെ വർക്കിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഒന്നുകിൽ സെയിം സെൽസ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സെൽസ് എന്നല്ലേ. അപ്പോൾ ഞാൻ റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ടോട്ടൽ സെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്.
അതായത് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇൻഡിവിജ്വൽ സെയിൽസ് അല്ലേ, അത് കഴിഞ്ഞ് ഞാനിവിടെ ഒറ്റയടിക്ക് നമുക്ക് ടോട്ടൽ സെയിൽസ് ഇവിടെ വരണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ഒരു വർഷത്തെ എത്ര സെയിൽ നടന്നു എന്നൊക്കെ നോക്കൂലേ, അങ്ങനെ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ജനുവരിയിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഈ ഷീറ്റിൽ പോയിട്ട് ഈക്വൽ ടു സം പാരന്തസിസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ദെൻ ജനുവരിയിൽ പോയിട്ട് ഈ ഒരു റേഞ്ച് ഓഫ് സെൽസ് ഒന്നിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക, ഏപ്രിൽ വരെ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടോ, 1,63,901 ആണ് ടോട്ടൽ സെയിൽസ് നടന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് കറക്റ്റ് ആണോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അതായത് നമ്മുടെ ഇവിടെ ടോട്ടൽ ഇട്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഞാൻ വന്നിട്ട് ഒന്നത് ജസ്റ്റ് ഒന്ന്, അതായത് ഇതിന് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ടോട്ടലാണ് ഈ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് അല്ലേ. റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്തിട്ട് കാണുമ്പോൾ എങ്ങനെ കാണാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോ സം ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇത് സെയിം നമ്പറാണ് ഇവിടെയും വന്നിട്ടുള്ളത്, ഇവിടെയും അതേ നമ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ മൾട്ടിപ്പിൾ ഷീറ്റ്സ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.